ADV ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മഞ്ഞളി ജ്വല്ലറി ആൻഡ് ട്രാവൻകൂർ സ്കാനിംഗ് സെന്റർ. നമസ്കാരം, ADV ന്യൂസിലേക്ക് സ്വാഗതം. കിഴക്കൻ മേഖലയിലെ മാലിന്യ പ്രശ്നങ്ങൾ കണ്ടെത്തി പരിഹരിക്കാനുള്ള മാലിന്യത്തിൽ മുങ്ങി മലയോര മേഖല എന്ന ADV ന്യൂസിന്റെ വാർത്താ പരമ്പരയ്ക്ക് തുടക്കമാകുന്നു. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. MG സർവകലാശാലയുടെ 55 ഓഫ് ക്യാമ്പസ് സെന്ററുകൾ അടച്ചുപൂട്ടണമെന്ന് ഗവർണർ. വെള്ളിയാഴ്ചയുണ്ടായ കനത്ത മഴയിലും ഇടിമിന്നലിലും കിഴക്കൻ മേഖലയിൽ വ്യാപക നാശനഷ്ടം. ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പിനെ തുടർന്ന് ഇടതുപക്ഷം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. അഞ്ചൽ വെസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി വിപുലമായ സ്വാഗത സംഘ രൂപീകരണ യോഗം നടന്നു. കിഴക്കൻ മേഖലയിലെ മാലിന്യ പ്രശ്നങ്ങൾ കണ്ടെത്തി പരിഹരിക്കാനുള്ള മാലിന്യത്തിൽ മുങ്ങി മലയോര മേഖല എന്ന ADV ന്യൂസിന്റെ വാർത്താ പരമ്പരയ്ക്ക് തുടക്കം. വാർത്തകൾ വിശദമായി. കിഴക്കൻ മേഖലയിലെ മാലിന്യ പ്രശ്നങ്ങൾ കണ്ടെത്തി പരിഹരിക്കാനുള്ള മാലിന്യത്തിൽ മുങ്ങി മലയോര മേഖല എന്ന ADV ന്യൂസിന്റെ വാർത്താ പരമ്പരയ്ക്ക് തുടക്കമാകുന്നു. നഗരപ്രദേശങ്ങളിൽ മാത്രമല്ല, വനത്തിനുള്ളിലും മാലിന്യ പ്രശ്നം രൂക്ഷമാണ്. മാലിന്യത്തിൽ മുങ്ങുന്ന മലയോര മേഖല വാർത്താ പരമ്പരയ്ക്കായി വിമൽകുമാർ ചെട്ടിക്കുളങ്ങര തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കിഴക്കൻ മേഖലയിലെ പട്ടണങ്ങളിലും നാട്ടിൻപുറവും നേരിടുന്ന രൂക്ഷമായ മാലിന്യ പ്രശ്നങ്ങൾ ജനങ്ങളിൽ എത്തിക്കുവാനും പരിഹാരം കാണുവാനുമായി ADV ന്യൂസിന്റെ മാലിന്യത്തിൽ മുങ്ങി മലയോര മേഖല വാർത്താ പരമ്പര തുടങ്ങുന്നു. പട്ടണത്തിൽ മാത്രമല്ല, ഗ്രാമങ്ങളിലും വനപ്രദേശങ്ങളിലും മാലിന്യ പ്രശ്നം രൂക്ഷമാണ്. ചണ്ണപ്പെട്ട വനമേഖലയിലാണ് രാത്രികാലങ്ങളിൽ വ്യാപകമായി റോഡരികിലും വനത്തിനുള്ളിലും മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത്. ആശുപത്രി മാലിന്യങ്ങൾ, ഇറച്ചി വേസ്റ്റുകൾ, കോഴി വേസ്റ്റുകൾ തുടങ്ങി ലോഡ് കണക്കിന് മാലിന്യമാണ് ദിനംതോറും ചണ്ണപ്പെട്ട വനത്തിലും വനത്തിലൂടെയുള്ള പാതയോരങ്ങളിലും തള്ളുന്നത്. ഇറച്ചി മാലിന്യങ്ങൾ തിന്നാനായി എത്തുന്ന തെരുവു നായ്ക്കൾ വാഹനമിടിച്ച് ചാകുന്നത് ഇവിടെ നിത്യസംഭവമാണ്. അതീവ പരിസ്ഥിതി പ്രാധാന്യം അർഹിക്കുന്ന വനമേഖലയായ ചണ്ണപ്പെട്ട വനമേഖലയിലാണ് ആശുപത്രി മാലിന്യങ്ങൾ അടക്കം നിർബാധം നിക്ഷേപിക്കുന്നത്. നിരവധി വന്യജീവികൾ അധിവസിക്കുന്ന കാട്ടിൽ പോലും മാലിന്യ പ്രശ്നം ഇത്രമേൽ സങ്കീർണമാണ്. മാലിന്യം തള്ളാനായി രാത്രികാലങ്ങളിൽ ചണ്ണപ്പെട്ട വനമേഖലയിൽ നിരവധി വാഹനങ്ങളാണ് എത്തുന്നത്. മാലിന്യ പ്രശ്നത്തിൽ ഇവിടെ നടപടി സ്വീകരിക്കാൻ വനം വകുപ്പോ പോലീസോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോ തയ്യാറാകുന്നില്ല. വന്യജീവികൾ പരാതി നൽകിയിട്ട് നടപടിയെടുക്കാം എന്ന് കരുതി കാത്തിരിക്കുന്ന അധികൃതർ ഇവിടെ തെറ്റുകാരാണ്. കിഴക്കൻ മേഖലയിലെ മാലിന്യ പ്രശ്നങ്ങൾ കണ്ടെത്തി പരിഹരിക്കാനുള്ള ADV ന്യൂസിന്റെ മാലിന്യത്തിൽ മുങ്ങി മലയോര മേഖല വാർത്താ പരമ്പര തുടരും. നിങ്ങൾക്കും ചുറ്റുവട്ടത്തെ മാലിന്യ പ്രശ്നങ്ങൾ ADV ന്യൂസിനെ അറിയിക്കാം. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. കുറഞ്ഞ ചിലവിൽ കൂടുതൽ ലാഭം നേടാമെന്നതാണ് തേനീച്ച വളർത്തൽ കർഷകർക്ക് പ്രിയങ്കരമാകാൻ കാരണം. ലിറ്ററിന് മാർക്കറ്റിൽ 260 രൂപ വരെ തേനിന് ലഭിക്കാറുണ്ടെന്നും കർഷകർ പറയുന്നു. കുറഞ്ഞ മുതൽ മുടക്കിൽ മികച്ച ലാഭം കൊയ്യാം എന്നതാണ് കർഷകർ തേനീച്ച വളർത്തൽ തിരഞ്ഞെടുക്കാൻ കാരണം. തേനീച്ച വളർത്തലിൽ സീസണിൽ 7 മുതൽ 8 ദിവസങ്ങൾ കൂടുമ്പോൾ തേൻ ശേഖരിക്കാം. മുതൽ മുടക്ക് താരതമ്യേന കുറവാണെങ്കിലും കൃത്യമായ പരിപാലനം തേനീച്ച വളർത്തലിന് ആവശ്യമാണ്. കിഴക്കൻ മേഖലയിൽ റബ്ബർ തോട്ടങ്ങളിലും മറ്റ് വനത്തോട് ചേർന്ന പ്രദേശങ്ങളിലും വ്യാപകമായി തേനീച്ച കോളനികൾ കർഷകർ സ്ഥാപിച്ചിട്ടുണ്ട്. എത്രത്തോളം തേൻ സംഭരിച്ചാലും തേനിന് എപ്പോഴും ആവശ്യക്കാരുണ്ട്. കാഞ്ഞിരപ്പള്ളി മലനാട് സൊസൈറ്റിക്കാണ് തങ്ങൾ തേൻ നൽകുന്നതെന്നും 240 രൂപ മുതൽ 260 രൂപ വരെ ലിറ്ററിന് ലഭിക്കാറുണ്ടെന്നും തേനീച്ച വളർത്തൽ നടത്തുന്ന അപ്പു ADV ന്യൂസിനോട് പറഞ്ഞു. സാധാരണ ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് തേൻ ഉൽപ്പാദിപ്പിച്ച് തുടങ്ങുന്നത്. അപ്പോൾ ഡിസംബർ ആകുമ്പോഴത്തേനും തന്നെ പഴയ റാണിയെ കൊന്ന് പുതിയ റാണിയാക്കുകയും സെറ്റ് ഡിവൈഡ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഡിവൈഡ് ചെയ്ത് പകർത്തി രണ്ടാക്കുകയും ചെയ്യുന്നു. ഉദ്ദേശം മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ നല്ല കാലാവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഒരു 20ഓളം കിലോ തേൻ നമുക്ക് സംഭരിക്കുവാൻ സാധിക്കും. പിന്നെ ഇപ്പോൾ വന്നിട്ട് ഈച്ചയ്ക്ക് വളരെയധികം രോഗം മൂർച്ഛിച്ച സമയമാണ്. ഏകദേശം 500ഓളം കോളനിയിൽ ഇപ്പോൾ ഒരു 300ഓളം നഷ്ടപ്പെട്ട് കഴിഞ്ഞു. നല്ലൊരു തൊഴിലാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ ലാഭമുള്ള ഒരു തൊഴിൽ മേഖലയാണിത്. ഉൽപ്പാദിപ്പിക്കുന്നത് കൃത്യമായിട്ടും തന്നെ നമുക്ക് വിറ്റഴിയുന്നുണ്ട്. ഈ കാലാവസ്ഥ ഈ പ്രാവശ്യം, അതായത് 2015 വളരെയധികം നഷ്ടം തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു കോളനി ഒന്നിന് 2-3 കുപ്പി, അതായത് കിലോ തേനിനപ്പുറം സംഭരിക്കുവാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. എന്നാൽ കഴിഞ്ഞ വർഷവും, അതായത് 2014-13 കാലഘട്ടങ്ങളിൽ നന്നായിരുന്നു. അതായത് 15-18, 20ഓളം കിലോ ശരാശരി ഉൽപ്പാദിപ്പിച്ച് നമുക്ക് ലാഭം ഉണ്ടായിരുന്ന ഒരു പീരീഡായിരുന്നു. ഒരു കോളനിക്ക് ഏകദേശം 1000-1500ഓളം രൂപ വില പിടിക്കുന്നുണ്ട്.
അതിന് തക്ക പ്രതിഫലവും നമുക്ക് കിട്ടുന്നുണ്ട് എന്ന് തന്നെ പറയാം. രോഗം ബാധിച്ചിട്ടില്ലാത്ത കോളനിയെ നമുക്ക് പകർത്തി വയ്ക്കുമ്പോഴത്തേക്ക് തന്നെ ഒരുവിധം നമുക്ക് അത് പിടിച്ചു നിൽക്കുവാൻ സാധിക്കുന്നുണ്ട്. 20 കിലോഗ്രാം തേൻ വരെ ഓരോ തേനീച്ച കോളനികളിൽ നിന്നും ലഭിക്കാറുണ്ടെന്നും ഇന്ത്യൻ ഇനത്തിൽപ്പെട്ട തേനീച്ചകളെയാണ് വളർത്തുന്നതെന്നും കർഷകർ പറയുന്നു. റബ്ബർ തോട്ടങ്ങളിലും മറ്റ് വിളകളിലും കർഷകർക്ക് പരീക്ഷിക്കാവുന്ന രീതിയാണ് തേനീച്ച വളർത്തൽ. ശുദ്ധമായ തേനിന് വിദേശ രാജ്യങ്ങളിലടക്കം മികച്ച ഡിമാൻഡാണുള്ളത്. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. അഞ്ചൽ വെസ്റ്റ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ സുവർണ ജൂബിലി ആഘോഷം 2015-16 ഭാഗമായി വിപുലമായ സ്വാഗത സംഘ രൂപീകരണ യോഗം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. പരിപാടി കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ജയമോഹൻ ഉദ്ഘാടനം ചെയ്തു. അഞ്ചൽ വെസ്റ്റ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ സുവർണ ജൂബിലി ആഘോഷം 2015-16 ഭാഗമായി വിപുലമായ സ്വാഗത സംഘ രൂപീകരണ യോഗം സംഘടിപ്പിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന സ്വാഗത സംഘ രൂപീകരണ യോഗം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ജയമോഹൻ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ തന്നെ നമുക്ക് ബിഎഡ് സെന്റർ കിട്ടി. ഒരുപാട് വെല്ലുവിളികൾ സെന്ററിനെ ഇത് സ്ഥാപിക്കുന്നതും മറ്റുമെല്ലാം വേണമെന്ന് തന്നെയാണ്. അനുവദിച്ചിരുന്നപ്പോൾ പുനലൂരിലാണ് നമുക്ക് സ്ഥാപിക്കുന്നത്. പുനലൂര് സമാജം സ്കൂളിൽ സ്ഥലമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഒഴിവാക്കുന്നത്. അപ്പോൾ അഞ്ചൽ നമുക്കൊരു സ്ഥാപനം കൂടി വരുന്നത് വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഗുണകരമാണ്, ഇവിടുത്തെ മറ്റ് വികസന കാര്യത്തിന് ഗുണകരമാണ് എന്നുള്ളതുകൊണ്ടാണ് അന്ന് ചെറിയ ചില സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്ത് പിന്നീട് വന്ന പ്രതിബദ്ധങ്ങളെല്ലാം നമ്മൾ ഇതുപോലെ 3-4 യോഗങ്ങൾ ചേർന്ന് ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലുള്ള സ്കൂളായതുകൊണ്ട് അനുമതി കൊടുക്കാത്തതാണ്. കേന്ദ്ര അനുമതി നിഷേധിക്കപ്പെടുന്നത് തോന്നുന്നു. അനുമതി കൊടുത്തപ്പോൾ അവിടെ പരിസരത്തേക്ക് വന്നപ്പോൾ കെട്ടിടമില്ല. അപ്പം കെട്ടിടം നിർമ്മിച്ച് നമ്മൾ നൽകി. MLA ഒരു കെട്ടിടം കൂടി നിർമ്മിച്ചറിയാനുള്ള സാഹചര്യം നൽകുന്നു. അപ്പോൾ ഓരോ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ചെയ്ത കാര്യം പറയാൻ വേണ്ടിയത് പൊതു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സസൂക്ഷ്മമായി പരിശോധിക്കാൻ വരുന്നവരും കുറ്റം കണ്ടുപിടിച്ച് അതിനെ ദുർബലപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങളാണ് നടത്തി വരുന്നത്. സ്വകാര്യ സ്ഥാപനങ്ങളുടെ അനുമതിക്ക് വേണ്ടിയിട്ട് അപേക്ഷ കൊടുക്കുമ്പോൾ ഗവൺമെന്റിലൂടെ പരിശോധിക്കാൻ വരുന്നവർ തന്നെ അത്രയും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും അനുമതികൾ കൊടുത്തിട്ട് പിന്നെ പരാതികളും പ്രശ്നങ്ങളുമായിട്ട് വരുന്നത് നമ്മുടെ മുമ്പിൽ ചില പ്രശ്നങ്ങളുണ്ടാകും. PTA പ്രസിഡന്റ് കെ ബാബു പണിക്കരുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ അഞ്ചൽ വെസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ നൌഷാദ് സ്വാഗതം പറഞ്ഞു. സ്കൂൾ HM ശൈലജ, അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KR ലളിതാഭായ്, ജില്ലാ പഞ്ചായത്ത് അംഗം വിജയമ്മ ചന്ദ്രമോഹൻ, വാർഡ് മെമ്പർ സക്കീർ ഹുസൈൻ തുടങ്ങിയവർ സംസാരിച്ചു. പരിപാടിയിൽ സ്കൂളിലെ അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളും പൂർവ്വ അധ്യാപകരും രാഷ്ട്രീയ സാമൂഹിക മേഖലകളിലെ നിരവധി പ്രമുഖരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ഓർമ്മകളിലെ ബാല്യകാലത്തിലേക്ക് ഒരു തിരിച്ചുപോക്കായി അഞ്ചൽ ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം. 1988-ലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് സ്കൂളിൽ വീണ്ടും ഒത്തുചേർന്നത്. 27 വർഷങ്ങൾക്ക് ശേഷം നടന്ന ഒത്തുചേരൽ ബാല്യകാലത്തിലെ ഓർമ്മയിലേക്കുള്ള തിരിച്ചുപോകലായി. അഞ്ചൽ ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 1988-ൽ 10ാം ക്ലാസ്സിൽ പഠിച്ച വിദ്യാർത്ഥികൾക്കാണ് വീണ്ടും വിദ്യാലയത്തിൽ ഒത്തുചേർന്നത്. വർഷങ്ങൾക്ക് ശേഷവും വീണ്ടും കണ്ടുമുട്ടിയതിന്റെ ആഹ്ലാദം ആർക്കും അടച്ചുവെക്കാൻ കഴിഞ്ഞില്ല. കുടുംബത്തിന്റെ ഒപ്പമാണ് പലരും പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പങ്കെടുക്കാൻ എത്തിയത്. മുൻ അധ്യാപകരെ കണ്ടപ്പോൾ പഴയ ഓർമ്മകൾ ഓടിയെത്തി. ഗുരുക്കന്മാരെ വന്ദിച്ചും ഫോട്ടോ സെക്ഷനിൽ പങ്കെടുത്തും ഉച്ചഭക്ഷണം കഴിച്ചും കുടുംബാംഗങ്ങളുടെ കലാപരിപാടികളിൽ പങ്കെടുത്തുമാണ് പൂർവ്വ വിദ്യാർത്ഥികൾ പിരിഞ്ഞത്. 1988 ഈ സ്കൂളിൽ നിന്നും പഠിച്ചിറങ്ങി 27 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ സുഹൃത്തുക്കളുടെ ഒരു കൂട്ടായ്മ ഇന്ന് ഈ അഞ്ചൽ ഈസ്റ്റിൻ്റെ അങ്കണത്തിൽ നടക്കുകയാണ്. ഇത് വളരെ ഒരു വികാരനിർഭരമായ ഒരു സിറ്റുവേഷനാണ് ഇവിടെ. കാര്യം പലരും തന്നെ 27 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ആദ്യമായിട്ട് കാണുന്ന ഒരു അവസരം കൂടിയാണിത്. അതുകൂടാതെ തന്നെ അധ്യാപകരിൽ പലരും അതിനുശേഷം ഞങ്ങൾ ആദ്യമായിട്ട് കാണുകയാണ്. വളരെ 17 വർഷം ശേഷമുള്ള ഈ ഒരു വളരെ ഓസ്പീഷ്യസ് ആയിട്ടുള്ള ഈ ഒരു അവസരത്തിൽ സുഹൃത്തുക്കളെല്ലാം വീണ്ടും കണ്ടുമുട്ടുകയും അവരെല്ലാവരും അന്ന് പഠിച്ചിറങ്ങുന്ന വളരെ വ്യത്യസ്തമായ ഒരു ജീവിത നിലവാരത്തിലേക്ക് ഉയരുകയും പലർക്കും പല സക്സസ് സ്റ്റോറീസും കുടുംബങ്ങളായി അങ്ങനെ വീണ്ടും ഒരു പുതിയ ഒരു എപ്പിസോഡ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് തുറക്കപ്പെടുകയാണെന്ന്. ഇത് വീണ്ടും ഇതുപോലുള്ള റീയൂണിയൻസ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് അധ്യാപകർ അത് പ്രത്യേകിച്ച് ആവശ്യപ്പെടുന്നുണ്ട്. അവരെ സംബന്ധിച്ച് ഇത് വളരെ ഒരു സന്തോഷം കൊടുക്കുന്ന ഒരു അവസരമായിട്ട് അവരിതിനെ കാണുന്നു. ഞങ്ങൾ വീണ്ടും ഇതുപോലെ സംഘടിപ്പിക്കുന്നതാണ് ഫ്യൂച്ചറിൽ. താങ്ക് യു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.
ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് നടുക്കുന്ന് 14-ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിനെ തുടർന്ന് ഇടതുപക്ഷം തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. പരിപാടി മുല്ലക്കര രത്നാകരൻ MLA ഉദ്ഘാടനം ചെയ്തു. ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് നടുക്കുന്ന് 14-ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിനെ തുടർന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. ആയൂർ ആമ്പാടി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി ചടയമംഗലം MLA മുല്ലക്കര രത്നാകരൻ ഉദ്ഘാടനം ചെയ്തു. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽപ്പെട്ട നേതാക്കന്മാരും ഉയർത്തിപ്പിടിക്കേണ്ടുന്ന മിനിമം മൂല്യങ്ങളെക്കുറിച്ച് കേരളത്തിൽ ഒരു പൊതുവായ ധാരണയുണ്ട്. അതെല്ലാം തലത്തിലുള്ള പ്രധാനം ഉമ്മൻചാണ്ടി ഭരണത്തിൻ്റെ 4 വർഷം എത്തിയ കാലത്തുള്ള കേരളത്തിലെ മുഖ്യമായ കാര്യം ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാത്രം ഉന്നയിക്കുന്ന ഏതെങ്കിലും ഒരു ആരോപണമാണ്. UDF-നകത്തുള്ളവരും കോൺഗ്രസിനകത്തുള്ളവരും ഇപ്പോൾ നിലനിൽക്കുന്ന പാർട്ടികൾക്കകത്തുള്ളവരെല്ലാം ഉന്നയിക്കുന്ന പ്രശ്നമാണ്. അവർക്ക് സത്യത്തിൽ ഒരു ത്യാഗം നടത്താൻ കേരളത്തിൽ പറ്റാത്ത തരത്തിൽ അവർ അതിനകത്ത് തന്നെ അകപ്പെട്ടു പോയിട്ടുള്ള ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അങ്ങനെ ഒരു മുന്നണി എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിൽ ആയൂരിനെ പോലെ വളരെ പ്രബുദ്ധമായ ഒരു പ്രദേശത്ത് ഒരു വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതെന്നത് അവർ വിശദീകരിക്കേണ്ട കാര്യമാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പിൽ തന്നെ നിർത്താൻ മതിയായ കാരണങ്ങളോ ഇവരുടെ മുമ്പിലുണ്ട്. ഇപ്പൊ കേരളത്തിന്റെ ജനജീവിതത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ കേരളത്തിൽ മിക്കവാറും ഒരു ഗവൺമെന്റ് വർക്ക് നടത്തുന്നത്. കാരണം കോൺട്രാക്ടർമാർക്ക് പൈസ കൊടുക്കുന്നത് എല്ലാ ദിവസവും വാർത്ത വരുന്നത് ഇവർ 1000 കോടി രൂപ കടമെടുക്കുന്നു, 1500 രൂപ കടമെടുക്കുന്നു, കടമെടുക്കലിന് പരിധി കഴിഞ്ഞിരിക്കുന്നു. ഈ കടമെടുത്ത പൈസ എവിടെ എടുത്തു? ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ N ഗംഗാധരൻ പിള്ളയെ വിജയിപ്പിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു കൺവെൻഷൻ നടന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി N ഗംഗാധരൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S ജയമോഹൻ തുടങ്ങി നിരവധി പ്രമുഖർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ആയൂർ. ADV ന്യൂസിൽ ചെറിയൊരു ഇടവേള. ശതമാനം 916 ഹോൾമാർക്ക് പ്യൂരിറ്റിയോടെ മഞ്ഞളി ജ്വല്ലേഴ്സ്. ട്രാവൻകൂർ സ്കാൻസ് ആൻഡ് ലബോറട്ടറി, ഡോക്ടർ ദേവദാസ് ഹോസ്പിറ്റൽ റോഡ്, അഞ്ചൽ. അഞ്ചൽ പട്ടണത്തിൽ ആദ്യമായി ഡ്രൈ കെമിസ്ട്രി മെത്തേഡിൽ 100% കൃത്യതയാർന്ന റിപ്പോർട്ട്. 10 വർഷത്തിലധികം പരിചയസമ്പന്നരായ ടെക്നീഷ്യന്മാർ. എല്ലാ ലബോറട്ടറി ടെസ്റ്റുകളുടെ റിസൾട്ടുകളും അന്ന് തന്നെ ഇവിടെ നിന്ന് ലഭിക്കുന്നു. തൈറോയ്ഡ് ടെസ്റ്റ് റിപ്പോർട്ടുകൾ 3 മണിക്കൂറിനുള്ളിൽ. റിസൾട്ടിനായി കാത്തിരിപ്പ് ഒഴിവാക്കാനായി SMS വഴി നിങ്ങളുടെ മൊബൈൽ ലഭ്യമാകും. ജപ്പാൻ നിർമ്മിത ട്രൈ ബയോകെമിസ്ട്രി അനലൈസർ, പ്രമുഖ ജപ്പാൻ കമ്പനിയായ ഫിജി ഫിലിമിന്റെ ഫുള്ളി ഓട്ടോമേറ്റഡ് അനലൈസർ ഒരു വ്യക്തിയുടെ 28 ടെസ്റ്റുകൾ 20 മിനിറ്റ് കൊണ്ട് റിപ്പോർട്ട് നൽകുന്നു. ഹേമറ്റോളജി ഓട്ടോമേറ്റഡ് അനലൈസർ, സ്വീഡൻ നിർമ്മിത അത്യന്താധുനിക ബ്ലഡ് സെൽ കൗണ്ടർ, കുട്ടികളുടെ 1 തുള്ളി രക്തം കൊണ്ട് പരിശോധിക്കാൻ പ്രത്യേക സംവിധാനം. ഹോർമോൺ ഫുള്ളി ഓട്ടോമേറ്റഡ് അനലൈസർ, ജപ്പാൻ നിർമ്മിത ഫുള്ളി ഹോർമോൺ അനലൈസർ, HbA1c, മൈക്രോ ആൽബുമിൻ യൂറിയ തുടങ്ങിയ ടെസ്റ്റുകളുടെ റിസൾട്ടുകൾ 30 മിനിറ്റിനുള്ളിൽ നൽകുന്നു. ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ ട്രാവൻകൂർ സ്കാൻസ് ആൻഡ് ലബോറട്ടറി, രജനി മെഡിക്കൽസിന് സമീപം, കുളത്തൂപ്പുഴ. വാർത്തകൾ തുടരുന്നു. കഴിഞ്ഞ ദിവസമുണ്ടായ കനത്ത മഴയിലും ഇടിമിന്നലിലും കിഴക്കൻ മേഖലയിൽ വ്യാപക നാശനഷ്ടം. കനത്ത മഴയിലും ഇടിമിന്നലിലും അഞ്ചലിലും പരിസര പ്രദേശങ്ങളിലും വ്യാപക നാശനഷ്ടം. അഞ്ചൽ BSNL ഓഫീസിലെ ഫയർ സിസ്റ്റം, മൊബൈൽ നെറ്റ്വർക്ക്, ലാൻഡ് ഫോൺ, CDME ഫോൺ എന്നിവ ഇടിമിന്നലിൽ തകർന്നു. ഏറത്ത് വിവിധ വീടുകളിൽ ഇലക്ട്രോണിക് ഉപകരണങ്ങളും കേടുപാടുകൾ സംഭവിച്ചു. മഴയെയും ഇടിമിന്നലിനെയും തുടർന്ന് വിവിധ സ്ഥലങ്ങളിൽ KSEBയുടെ ട്രാൻസ്ഫോമറുകൾ തകരാറിലായി. മണിക്കൂറുകളോളം ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞില്ല. ശക്തമായ കാറ്റിൽ ഇടമുളയ്ക്കൽ, ഇട്ടിവ ഗ്രാമപഞ്ചായത്തുകളിൽ വിവിധ സ്ഥലങ്ങളിൽ മരങ്ങൾ കടപുഴകി. പലയിടത്തും കാർഷിക വിളകളും നശിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.
യുവാവ് വിവാഹമോചനം നേടാതെ രണ്ടാം വിവാഹം കഴിക്കുകയും ഇരു ഭാര്യമാരെയും വഞ്ചിച്ചതായും ആരോപിച്ച് യുവതി രംഗത്ത്. നെട്ടയം സ്വദേശി ബിനു ബി കൃഷ്ണൻ എന്നയാൾ തന്നെ 2004 വിവാഹം കഴിക്കുകയും പിന്നീട് ഒരുമിച്ച് പോകാൻ കഴിയാത്തതിനാൽ വിവാഹമോചന കേസ് കോടതിയിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ രണ്ടാം വിവാഹം കഴിച്ചതായി ആരോപിച്ച് ആശാ വി നായർ എന്ന യുവതിയാണ് രംഗത്തെത്തിയത്. വിവാഹമോചന പെറ്റീഷനിൽ ബാധ്യതകൾ തീർക്കാതെയാണ് ബിനു കൊല്ലം സ്വദേശിനിയെ രണ്ടാം വിവാഹം ചെയ്ത് കബളിപ്പിച്ചതെന്നും ആശാ വി നായർ പറഞ്ഞു. അഞ്ചൽ പ്രസ് ക്ലബ്ബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് യുവതി ആരോപണങ്ങൾ ഉന്നയിച്ചത്. എൻ്റെ മകളെ 2004 ജൂലൈ 14 തീയതി അരവാളൂർ കോഴിപ്പുറം ഓഡിറ്റോറിയത്തിൽ വെച്ച് നെട്ടയം ശോഭാസനത്തിൽ ബാലകൃഷ്ണപിള്ള മകൻ ബിനു ബി കൃഷ്ണൻ വിവാഹം കഴിച്ചു. 1 വർഷക്കാലം അവർ ജീവിച്ചു. അതിനുശേഷം 2.25 വർഷം എൻ്റെ വീട്ടിൽ കൊണ്ടാക്കി വീണ്ടും വന്ന് മധ്യസ്ഥയുടെ പുറത്ത് വിളിച്ചുകൊണ്ട് പോയി. പിന്നെയും മക്കളില്ല എന്ന് പറഞ്ഞുള്ള പരാതിയിൽ ഒരു കുട്ടി ജനിച്ചു. 6 മാസമായപ്പോൾ വീണ്ടും അവിടെ വഴക്കും വയ്യാവലിയായി. ഞങ്ങൾ കുട്ടിയെ വിളിച്ച് വീട്ടിൽ കൊണ്ടുപോയി. അതിനുശേഷം ഞങ്ങൾ ഇവരുടെ സഹോദരൻ വീട്ടിൽ ചെന്ന സമയത്ത് അവനെ ഉപദ്രവിക്കാൻ ചെന്നു. അത് കഴിഞ്ഞ് ഇവരുടെ അമ്മ അന്വേഷണം ചെയ്യുന്നപ്പോൾ അവളെ ഉപദ്രവിച്ചു. അത് കഴിഞ്ഞ് ഞാൻ അവളെ തിരക്കി ചെന്നു. ഞാനുമായിട്ട് വഴക്കുണ്ടായി. അതിനുശേഷം ഇവൻ കുടുംബ കോടതിയിലും മറ്റും കേസായി. കേസ് കഴിഞ്ഞ് കക്ഷി ഈ അടുത്ത സമയത്ത് കൊല്ലത്ത് പോയി ഒരു വിവാഹം കഴിച്ചെന്നും പത്രപാരസ്യം കൊടുത്ത് വിവാഹം കഴിച്ചു എന്നും അറിഞ്ഞു. അതിനുശേഷം ഞങ്ങൾ പല സ്ഥലങ്ങളിലും പോയി അന്വേഷിച്ചു കക്ഷി എവിടെ ഉണ്ടെന്ന് നടന്നപ്പോൾ ഈ വിവാഹം തട്ടിപ്പ് നടത്തി ആ പെൺകുട്ടി തന്നെ നമ്മളെ നേരിട്ട് വന്ന് കാണുകയും വിവരം ഞങ്ങളെ അറിയിക്കുകയും ചെയ്തു. അതനുസരിച്ച് പാരിപ്പള്ളി ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. വെൽഡിംഗ് വർക്ക്ഷോപ്പ് ഓണേഴ്സ് അസോസിയേഷൻ അഞ്ചൽ മേഖലാ കമ്മിറ്റിയുടെ പൊതുയോഗം ഞായറാഴ്ച കുളത്തൂപ്പുഴയിൽ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. വെൽഡിംഗ് വർക്ക്ഷോപ്പ് ഓണേഴ്സ് അസോസിയേഷൻ അഞ്ചൽ മേഖലാ കമ്മിറ്റിയുടെ പൊതുയോഗം ഞായറാഴ്ച പകൽ 10 മണിക്ക് കുളത്തൂപ്പുഴയിൽ നടക്കുമെന്ന് സെക്രട്ടറി ബിജുകുമാർ, പ്രസിഡന്റ് ഹരികുമാർ, വൈസ് പ്രസിഡന്റ് അബ്ദുൾ റഹ്മാൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. വെൽഡിംഗ് വർക്ക്ഷോപ്പ് ഓണേഴ്സ് അസോസിയേഷൻ്റെ അഞ്ചൽ മേഖലാ കമ്മിറ്റിയുടെ ഒരു പൊതുയോഗം നാളെ രാവിലെ 10 മണിക്ക് കുളത്തൂപ്പുഴ സുനിൽ എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പിൽ വെച്ച് നടത്തുവാൻ തീരുമാനിച്ച കാര്യം എല്ലാവരെയും അറിയിക്കുകയാണ്. വസ്തുത യോഗത്തിലെ എല്ലാ വെൽഡിംഗ് വർക്ക്ഷോപ്പ് ഓണേഴ്സ് അസോസിയേഷൻ്റെ ഭാരവാഹികളെല്ലാവരും അതിലെ വർക്ക്ഷോപ്പ് ഓണർമാരും കൃത്യമായി പങ്കെടുക്കണമെന്ന് പ്രസിഡന്റ് അറിയിക്കുന്നു. MG സർവകലാശാലയുടെ 55 ഓഫ് ക്യാമ്പസ് സെന്ററുകൾ അടച്ചുപൂട്ടണമെന്ന് ഗവർണർ പി സദാശിവം. MG യൂണിവേഴ്സിറ്റിയുടെ 55 ഓഫ് ക്യാമ്പസ് സെന്ററുകൾ അടച്ചുപൂട്ടണമെന്ന് ഗവർണർ പി സദാശിവം. ഇത് സംബന്ധിച്ച് ഹൈക്കോടതി ഉത്തരവ് പാലിക്കണമെന്നും ഗവർണർ. അധികാരപരിധിക്ക് പുറത്തുള്ള ഓഫ് ക്യാമ്പസ് സെന്ററുകൾ പൂട്ടണമെന്നാണ് കോടതി ഉത്തരവ്. ഇതുകൂടി കണക്കിലെടുത്താണ് ഗവർണറുടെ നിർദ്ദേശം. ചട്ടങ്ങൾ ലംഘിച്ചാണ് 55 ഓഫ് ക്യാമ്പസുകൾ പ്രവർത്തിക്കുന്നത്. അധികാരപരിധിയിലെ ഓഫ് ക്യാമ്പസുകളുടെ കാര്യത്തിൽ ഗവർണർ ഈ മാസം 30-ന് തെളിവെടുക്കും. ന്യൂസ് ഡെസ്ക്, ADV ന്യൂസ്. അമ്മമാർക്കായി ഒരു ദിനം. മെയ് 10 ലോക മാതൃദിനം. ലോക മാതൃദിനത്തിൽ ADV ന്യൂസ് തയ്യാറാക്കിയ സ്പെഷ്യൽ റിപ്പോർട്ട്. തൻ്റെ ജീവനും ജീവിതത്തിനും താങ്ങും തണലുമായി നിന്ന, തന്നെ ജീവിത വിജയത്തിലേക്ക് നയിച്ച ആ അമ്മയെയാണ് താൻ നടന്നള്ളുന്നത് എന്ന ബോധം അവനുണ്ടാകേണ്ടിയിരിക്കുന്നു. തൻ്റെ തെറ്റുകൾ പൊറുക്കുകയും ക്ഷമിക്കുകയും തന്നെ നേർവഴിക്ക് നയിക്കുകയും ചെയ്ത ആ അമ്മയെ അവരുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവർക്ക് കരുത്തേകിക്കൊണ്ട് അവർക്കൊപ്പം ചേർന്ന് ആ സന്തോഷമാണ് തൻ്റെയും സന്തോഷമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഈ മാതൃദിനം. ഒരു കുഞ്ഞു പിറന്നു വീഴുമ്പോൾ ആ കുഞ്ഞിനെ നോക്കി സർവ്വ ദുഃഖങ്ങളും മറന്ന് സർവ്വലോകങ്ങളും മറന്ന് ആ അമ്മയുടെ മുഖത്ത് വിടരുന്ന ആ ചിരി മായാതെ കാക്കുവാൻ മക്കൾക്ക് കഴിയട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് എല്ലാ പ്രേക്ഷകർക്കും മാതൃദിനാശംസകൾ നേരുന്നു.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. MG സർവകലാശാലയുടെ 55 ഓഫ് ക്യാമ്പസ് സെന്ററുകൾ അടച്ചുപൂട്ടണമെന്ന് ഗവർണർ. വെള്ളിയാഴ്ചയുണ്ടായ കനത്ത മഴയിലും ഇടിമിന്നലിലും കിഴക്കൻ മേഖലയിൽ വ്യാപക നാശനഷ്ടം. ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പിനെ തുടർന്ന് ഇടതുപക്ഷം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. അഞ്ചൽ വെസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി വിപുലമായ സ്വാഗത സംഘ രൂപീകരണ യോഗം നടന്നു. കിഴക്കൻ മേഖലയിലെ മാലിന്യ പ്രശ്നങ്ങൾ കണ്ടെത്തി പരിഹരിക്കാനുള്ള മാലിന്യത്തിൽ മുങ്ങി മലയോര മേഖല എന്ന ADV ന്യൂസിന്റെ വാർത്താ പരമ്പരയ്ക്ക് തുടക്കം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. ADV ന്യൂസിൽ വാർത്തകൾ കാണാം രാവിലെ 7:30, ഉച്ചയ്ക്ക് 12:30, വൈകിട്ട് 4:30, രാത്രി 10. ലോകത്തെവിടെ നിന്നും ADV ന്യൂസ് കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.